എല്ലാവരുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നു. ചേച്ചിയുടെ വീട് തിരുവനന്തപുരത്താണ്. ചേച്ചിയുടെ വീട്ടിൽ നിന്നൊരു ചെറിയൊരു ഫംഗ്ഷനുണ്ട്. അന്നേരം അതിന് പോയാൽ അന്നേരം പോകുന്ന വഴിക്ക് മോൻ്റെ ഹോസ്റ്റല് കഴക്കൂട്ടത്താണ്. അന്നേരം മോൻ്റെ ഹോസ്റ്റലിൽ കയറി ഫുഡും കൊടുത്ത് മോനെ ഒന്ന് കണ്ടിട്ട് ഹോസ്റ്റലിൽ കയറാൻ സമയം കാണുമെന്ന് അറിഞ്ഞുകൂടാ. ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അന്നേരം അവിടെ നിന്ന് മോനെ ഒന്ന് കണ്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മളങ്ങോട്ട് പോവും. അമരീഷ് ഉണ്ട്. ഒറ്റ കിട്ടിയിട്ടൊന്നും പോകത്തില്ല. വീഡിയോ എടുക്കാമെന്നല്ലോ ഇൻട്രോ പറഞ്ഞില്ലായിരുന്നു. അന്നേരം ഞങ്ങൾ ആദ്യമേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണിച്ചു തരാം. മോന് കൊണ്ടുപോകാനായിട്ട് രാവിലെ ഏട്ടൻ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. അത് ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം. എന്നിട്ട് പിന്നെ പോകാം അങ്ങോട്ട്. അവിടെ ചെന്നിട്ട് ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കാൻ സമയമുണ്ടെന്ന് കിട്ടുന്നെങ്കിൽ വീഡിയോസ് എടുക്കാം. അതുകൊണ്ട് കിറ്റ് വെച്ച് പോകണ്ടെന്ന് നമ്മൾ കിറ്റ് വെച്ച് പോകുന്നു. ഇത് നമ്മളെ വീടല്ല കേട്ടോ, ഇത് നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അന്നേരം നമ്മൾ അവിടെ വന്നിന്നാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. എന്താ ഇതാണ് നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അവരിവിടെ അല്ല, മസ്കറ്റിലാണ്. അന്നേരം നമ്മളിവിടെ വന്നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അന്നേരം നമ്മൾ മൊത്തം ഷോർട്ട് വീഡിയോസ് ഇല്ലേ, ഷോർട്ട് വീഡിയോസ് ഒക്കെ ഈ വീട്ടിലും എടുക്കും, നമ്മളെ വീട്ടിൽ 2 വീട്ടിലുമായിട്ടാണ് എടുക്കാറുള്ളത്. എന്നാലും നമുക്കിനി പോയിട്ട് വരാം. ഓക്കെ, പോയിട്ട് വരാം. എന്തായി? എല്ലാം റെഡിയായി. ഇനി പാക്ക് ചെയ്താൽ മാത്രം മതി. സാധാ കാര്യം പറയാം. ഇന്ന് തിരുവനന്തപുരത്ത് ചേച്ചിയുടെ വീട്ടിൽ പോകുന്ന വഴിക്കാണ് മോൻ്റെ ഹോസ്റ്റല്. അന്നേരം മോനെ കൊടുക്കാനായിട്ട് ഇത് ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ്. ഇത് രാവിലത്തേക്ക് കഴിക്കാനുള്ള ഭൂരി. നമ്മളവിടെ ചെല്ലുമ്പോൾ 8-9 മണിയാകുമ്പോൾ എത്തുമായിരിക്കും. എന്നിട്ട് ഇത് ഭൂരി, ഇത് ചിക്കൻ കറി. രാവിലെ കഴിക്കാനാ? ഇത് രാവിലെ ചിക്കൻ കറി രാവിലെ. ഭൂരി ഇടണം. പിന്നെ ഇനി ഇത് പാത്രത്തിലോട്ട് ഇടണം. ബിരിയാണി ഈ പാത്രത്തിനകത്താക്കണം. കുറച്ച് വരുമ്പോൾ പാത്രം മേടിച്ചോണ്ട് തന്നെ. പിന്നെ ഇത് മീനച്ചാറ്. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇത് ചപ്പാത്തി. ഇത് അയാൾ റൂമിലങ്ങ് ഉണ്ടാക്കി കഴിച്ചോളൂ. ചപ്പാത്തി ഉണ്ടാക്കി മീനച്ചാറൊക്കെ കൂട്ടിയും കഴിച്ചോളൂ. നമുക്ക് ബിരിയാണി എങ്ങിതാ ഞാനോ വന്ന എന്നെ ഇട്ടോളാം. ബിരിയാണി ഇതിനകത്ത് ഇട്ടിട്ടെ തട്ടിയാൽ മതിയോ? തട്ടുമ്പോ തറയെ വീഴല്ലോ എല്ലാം കൂടെ. കുറച്ചെങ്കിലല്ലേ, ഇല്ലെങ്കിൽ അങ്ങ് തട്ടാം. ശ്രദ്ധിച്ച്. ഇത് മോന് മാത്രമുള്ള ഫുഡല്ല കേട്ടാ. മോൻ്റെ റൂമിൽ വേറെ 2 പേരും കൂടെ ഉണ്ട്. അവർ 3 പേരാണ് റൂമിലുള്ളത്. അന്നേരം അവർക്ക് 3 പേർക്കും കൂടെ ഉള്ള ഫുഡായത്. മൂന്നുപേർക്ക് ഇത് കഴിയും. ഒരു ഉച്ചക്കല്ലേ? ഒരു നേരത്തേക്ക്. ചൂട് ഞാൻ ഇതിനകത്താ കൊടുത്തിടുന്ന പറയാറുണ്ട്. തികഞ്ഞ് ചൂട് പോവും. ചിലപ്പം ഉച്ചയാകുമ്പോഴത്തേക്ക് നീ എപ്പോഴാണ് കഴിക്കുന്നത്? അല്ല, പിന്നെ മറ്റേ ചൂട് പോവാതിരിക്കുന്നതിനകത്ത് ആക്കിയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, അത് ചെറിയ പാത്രം, ഇതിലത്തെ അത്രയും ഇല്ല. അത് കുഴപ്പമില്ല. അവിടെ ചെല്ലുമ്പോൾ നല്ലോണം ഇരിക്കുന്ന എല്ലാ പ്രാവശ്യം കൊടുത്തിടുന്നില്ലേ. അതിപ്പോൾ അതെല്ലാം ഓക്കെ അല്ലേ? ഒരു ബിഗ് ഷോപ്പർ വേണ്ടേ? ആ, ബിഗ് ഷോപ്പറാണ്. ഈ ഭൂരിയെ കുറച്ചും കൂടെ വെക്കണം. ഇത് ചപ്പാത്തി ഭൂരിയ. ചപ്പാത്തി കട്ട് ചെയ്തിട്ടേ പൊരിക്കുന്ന ഭൂരിയ. പപ്പടം പൊള്ളിക്കുന്ന കണക്ക് ഇതാകുമ്പോൾ ഇഷ്ടമാണ്. എന്തോ അമ്മ? ആ, സലാഡും കൂടെ ഉണ്ടാക്കണം. ഇനി അത് മറന്നുപോയി. സലാഡിന് മതിയാകത്തില്ലേ?
ചപ്പാത്തി അവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. അവിടെ 55 രൂപയാണ്, ഇവിടെ ആണെങ്കിൽ 35 രൂപയുള്ളു. അതുകൊണ്ട് ഇവിടെ നിന്ന് മേടിച്ചോണ്ട്. ഇനി ഇതെല്ലാം ബിഗ് ഷോപ്പിനകത്തോട്ടാക്കി മതി. അമ്മ ഒരു ബിഗ് ഷോപ്പിംഗ് എടുത്ത അമ്മ. വാ അമ്മല് മോനെ, ഒന്ന് പിടിച്ചേടാ. അമലു ഹെൽപ്പ് ചെയ്. വാ അമ്മല്, ഓടി വാ. അമ്മലുവേ ഉറക്കണീട്ടിട്ട് അവിടെ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുക. കുളിച്ചില്ല. ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ കുളിച്ച്, അമ്മല് കുളിച്ചില്ല. ഓ എന്താ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരിക. വന്നാ ഓടി വാ, ഇതൊന്ന് പിടിച്ചാ. ഓടി വാ. നല്ല ചൂട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ 3 മുട്ടയുണ്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതും കൂടെ എടുത്ത് തുറക്കും കേട്ടോ. ഇത് തുറക്കും തോന്നുന്നു. അതൊരു കവറിനകത്താക്കി ഒരു കവറിന് എടുത്തോണ്ട് അങ്ങനെ അവിടെ ബോക്സിൽ കവർ എടുപ്പുണ്ട്. കവറിന് എടുത്തോണ്ട് ആ മോനെ ഒരു റബ്ബർ ബാൻഡ് കൂടി എടുത്ത്. അതെവിടെ ഇരിപ്പുണ്ട്. ഇത് ഈ പൂരിയാണെങ്കിലേ ചപ്പാത്തി അല്ല പപ്പടം പോലെ ഇരിക്കും. ഇതാണെങ്കിൽ പിന്നെന്ത് കറി ഇല്ലാതെയും കഴിക്കാം. ഇപ്പോൾ കുളിച്ചിട്ട് വാമല്ലോ. 7 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞേ. ഇപ്പം 6:30 ഞങ്ങളിപ്പോൾ റെഡി. അതെ, ഇതാണെങ്കിലേ നമ്മൾ സീനറി ചെയ്യാനായിട്ട് മൊത്തം സെറ്റ് ചെയ്തിട്ടേക്കുക. ഇനി ഇതിനകത്ത് സീനറി ചെയ്യും. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു. വർഷങ്ങളായിട്ട് ഷീല ചേച്ചിയാ? ഷീല ചേച്ചികളെ കയറി വരുന്നു. റെഡി ആയില്ലേ? റെഡിയായി. എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ ഇങ്ങോട്ട് കയറി പോ. അവര് കയറിയിട്ട് നമ്മൾ ഒരുങ്ങിയില്ലെന്ന്. അമ്മ അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ 7 മണിക്ക് പോകാമെന്നാ പറഞ്ഞിരുന്നേ. അമ്മ ഇങ്ങോട്ട് കയറി ചെല്ലെന്ന് പറഞ്ഞു. 7 മണിക്ക് പോകാമെന്ന് പറഞ്ഞു. അന്നത്തേക്ക് ഇപ്പോൾ 7:15 അമ്മ റെഡിയായിട്ട് വന്ന്, ചേച്ചി അണ്ണനും റെഡിയായെന്ന് പറഞ്ഞ് നമ്മൾ റെഡിയായി. ഇനിയിപ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോകുന്നു. അമലും അമ്മരിയൊക്കെ റെഡിയായി. 25. ഇത് 10 മിനിറ്റ് പാസ്റ്റ് അമ്മ. സ്കൂളിൽ പോകുന്നുള്ള ഇതുണ്ട് രാവിലെ. അമലും എന്ത് ചെയ്യും? അമല് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ചേച്ചി വരും. ചേച്ചി അണ്ണനൊക്കെ വരുത്തേ ഉള്ളൂ. ഇനി എന്താ രാവിലെ കിറ്റാച്ചി വന്നിരിക്കുന്നുണ്ടാ? കിറ്റാച്ചിന് കൊടുത്തില്ല. ചേച്ചി ഉണ്ടോ വന്ന്? എന്താ ചേച്ചി? പോയി അച്ഛമ്മയുടെ ഡ്രസ്സൊക്കെ ഉണക്കി. വണ്ടി അപ്പുറത്ത് കിടക്കുന്നു. പോയിട്ട് ഓടി വാ. ചേട്ടൻ റെഡി ആവുന്നേ ഉള്ളൂ ചേച്ചി. ഓ അവിടെ വെച്ചത്. ഇപ്പം വന്നില്ലേ, അതാണ് ചേട്ടൻ്റെ ഇളയ പെങ്ങൾ ഷീല ചേച്ചി. ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഇത്, ശ്യാമണ്ണൻ. ഇതാണ്ട് ഇവിടുന്ന് നേരെ താഴോട്ട് കാണുന്നിടത്താണ് ചേച്ചിയുടെ വീട്. ഇവിടെ ചേട്ടൻ കഴിക്കുന്നേ ഉള്ളൂ. എന്താ 7:30 റെഡിയാവാൻ പറഞ്ഞു. അല്ലേ 7 മണിക്ക് റെഡിയാവാൻ പറഞ്ഞതാ. ഇപ്പം 7:30 കഴിഞ്ഞു. 7:40.
ഇപ്പൊ വരാം, 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, അരമണിക്കൂറിനകത്ത് വരാം. രാവിലെ 6 മണി തൊട്ട് പറയുന്നത് 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കക്കൂസൽ, അരമണിക്കൂർ കുളിക്കാൻ, ഇനി കഴിക്കാൻ. കഴിക്കുന്ന പെട്ടെന്നായിരിക്കും കേട്ടാ. വാ പെട്ടെന്ന് റെഡി. എല്ലാവരും വന്നേ, അമ്മയും ചേച്ചിയൊക്കെ വന്ന്. അമലേഷ് റെഡി ആയിട്ട് അന്നേരം നിൽക്കുന്നു കേട്ടാ. അമലേഷ് കൊണ്ടിരിക്കുന്നു, റെഡിയായി കുഴഞ്ഞിരിക്കുന്നു. ഉറക്ക ക്ഷീണം അമലേഷിന്. ഞാൻ എന്താ വരുന്നു, വാട്ടെ. വണ്ടിയുടെ ആക്കോലും എടുത്തു. ബാഗെല്ലാം അവിടെ ഇരിക്കും, ഓരോന്നും എടുക്കണം. പോയി എടുത്തോണ്ട് വരട്ടെ. ശമണനൊക്കെ ഒത്തിരി നേരമായി റെഡിയായിട്ട് നിൽക്കുന്നു. ശമണ കുഴഞ്ഞല്ലേ. എൻ്റെ സാധനങ്ങൾ എടുത്തോണ്ട് വരട്ടെ. നമ്മളെ വണ്ടി അവിടെ കിടക്കുക, അന്നേരം അങ്ങോട്ട് കൊണ്ടുപോയി സാധനങ്ങൾ വയ്ക്കാം. ഇനി ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് വയ്ക്കാം. എന്താ അത് കൊണ്ടുപോയി അങ്ങ് വേണ്ടെങ്കിൽ ഇത് അമ്മീഷിന്റെ ഫുഡ്, അമ്മയുടെ ഫുഡുകള്. ഫ്രണ്ട് വെച്ചാൽ ഓക്കെ. അമ്മ താ റെഡി ആയിട്ട് വന്ന്. ഇനി എന്തോ ഉണ്ട്, എല്ലാം എടുത്തില്ലേ? അമ്മ കുറേ നാളായി റോഡിലോട്ടൊക്കെ വന്നിട്ട്, ആളുകൾ കാണുന്നവരൊക്കെ അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് റെഡി ആയേട്ടാ. അപ്പട്ട് ഓക്കെ.
ഗേറ്റ് അടച്ചിട്ടാനെ. പൂട്ടണേ. നമ്മള് കൊട്ടിയെത്തി. കൊട്ടിയം നമുക്ക് പണി നടന്നുണ്ട്. നമ്മള് കൊട്ടിയത്തെ ഷോപ്പ് ഇവിടെ അടുത്താ. ചേട്ടാ ഒന്നും അറിയാൻ വയ്യ എവിടാണെന്നൊന്ന്. കഴിഞ്ഞാ അയ്യോ ഒന്നും അറിയാൻ വയ്യ. ഇതില് വരുമ്പോഴത്തേക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. പഴയ ഇവിടുത്തെ ഈ ഇറക്കവും കയറ്റവും ഹൈവേ ഏകദേശം പണിയുന്നൊന്നും ആർക്കും കാണാൻ വയ്യ. ഒന്നും കാണുന്നില്ല. പക്ഷെ നമ്മൾ ഒരാഴ്ച മുമ്പ് പോയപ്പോ ഇതിലും പണി ഇത്രയൊന്നും ആയില്ലായിരുന്നു. പക്ഷെ ഇപ്പം വന്നപ്പോ ഇതാണ്ട് ഇത്രയായി. ഒരാഴ്ചയല്ലേ നമ്മള് പോയിട്ട്. ആനയെ ലോറിയിൽ കൊണ്ടുവന്ന എവിടെ ഇട്ട സ്ഥലം? കല്ലുവാതുക്കല് കഴിഞ്ഞു ഇപ്പൊ. അതുകൊണ്ടേ വിളിക്കുന്നു മുമ്പോട്ട് ഇതുകൊണ്ട് എവിടെ നിൽക്കുന്നു? കണ്ട് അപ്പുറത്തെ സൈഡിലാണ് അമ്മമ്മയുടെ നിൽക്കുന്നു. അയ്യോ ഉറക്കം എണീറ്റതേ ഉള്ളോടാ. നീ ഉറക്കം എണീറ്റുള്ള എന്ത് കൊടുത്ത മുട്ടായിയാ? എന്നാ പിടിച്ചോ. അമ്മേല് മലേഷ്യ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ്. പിന്നെ അതിനകത്ത് മുട്ടയൊക്കെ പുഴുങ്ങി ഒരു കവർന്നകത്ത് വെച്ചിട്ടുണ്ട്. എന്നാ ശരി, ഓക്കെ, ടാറ്റ. ഓക്കെ, നോക്കി ക്രോസ് ചെയ്. അങ്ങനെ നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ചേച്ചിയുടെ വീട്ടിലോട്ട് കയറുന്ന വഴിയാണിത്. തിരുമലയിലാണ് ചേച്ചിയുടെ വീട്. അവിടെ നിന്ന് ഇപ്പം കയറി അകത്തോട്ട് പോകുന്ന വഴിക്ക്. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ ഇന്ന് ചേച്ചിയുടെ മോൻ്റെ കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ചടങ്ങുണ്ട്. അങ്ങനെ അതിൻ്റെ അനുബന്ധിച്ചാണ് നമ്മൾ ഇന്നിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ആ ഗേറ്റ് വന്ന് തുറക്കുന്നത് അനിയൻ്റെ മക്കളായിട്ട്. അവരൊക്കെ ഇന്നലെ എത്തിയായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെ എത്തിയത്. ഇതാണ് ചേച്ചിയുടെ മോൻ വിഷ്ണു. ഹായ് ഹായ് എന്നതിന് ഫോക്കസ് ചെയ്യല മാമ. നോ അതുകൊണ്ട് ഇതാണ് അമ്പിച്ചേച്ചിയുടെ ഹസ്ബൻഡ് ഹരിദാസ് എണ്ണാട്ട, വിഷ്ണുവിൻ്റെ അച്ഛൻ.
നീ ഇന്നലെ വന്ന അവിടെ മൊത്തം പാലക്കുട്ടിലൊക്കെ പറയുന്ന കേട്ടല്ലേ ഇന്നലെ വന്നു ഇവിടെ വന്നു അതിനെ അവിടെ വെച്ചാൽ മതിയോ ഇല്ലെന്ന് അറിയത്തില്ല. അല്ല ബ്ലോഗർ വരുന്നു. ഹലോ നമസ്കാരം. ഹായ് ഈ ചേച്ചിയുടെ വീട്ടിലാണ് വന്നത്. ചേട്ടന്റെ മൂത്ത പെങ്ങൾ. എന്റെ ഇത് അറിയാലോ, രാവിലെ കണ്ടായിരുന്നു. ഇളയ പെങ്ങള്. ഇത് അനിയത്തി അനിയൻ. നമ്മൾ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും എത്തിയായിരുന്നു. നമുക്ക് റോഡൊക്കെ പണിയെടുക്കുന്നതുകൊണ്ട് കുറേ താമസിച്ചിട്ട് റോഡ് ഇടയ്ക്കൊക്കെ ബ്ലോക്കായിരുന്നു. അങ്ങനെ അങ്ങ് എത്തിയപ്പോഴത്തേക്ക് താമസിച്ചായിരുന്നു. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് അവരെത്തിയത്. അറിയോ? അറിയോ? ക്യാമറ നോക്കി ചിരിയത്. എന്താണ് സംഭവിക്കുന്നത്? ഉച്ചക്കടുത്തേക്ക് സദ്യയായിരുന്നു കേട്ടോ. അതെല്ലാം കാറ്ററിംഗ് ആയിരുന്നു. അവർ കുറച്ച് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കൊണ്ടുവന്ന്. പത്രിക കൈമാറുവാന്നൊന്ന് പറഞ്ഞു എല്ലാവരുടെയും സമ്മതത്തോടെ പത്രിക കൈമാറും. ഇത് അമ്പിച്ചേച്ചിയുടെ കൊച്ചുമോനായിട്ടാ. ചേച്ചിയുടെ മോനാണെങ്കിൽ എയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം അവരിപ്പം ബാംഗ്ലൂരാണ്, അവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അന്നേരം അവർക്ക് വരാൻ പറ്റിയില്ല ഇപ്പം. കൈയെടുത്ത് പറ, കൈയെടുത്ത്
അതാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. മോന് ചേട്ടന്മാരെ കാണണ ഞാൻ കൊണ്ടുപോയിട്ടാ ആണാണെങ്കിൽ മതിയെന്നാ എനിക്ക് പെണ്ണിനെ മതി. ജയിപ്പിക്കാനൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ കുക്കുച്ചേട്ടനെ അതൊക്കെ അവര് പറയുന്നല്ലേ. ഞാൻ കൊണ്ടുപോകട്ടെ. നിനക്ക് വേണ്ടേ? സായിക്ക് വേണ്ടേ? സായിക്ക് വേണ്ടേ? അവേ ബാവേ ഓക്കെ. വരുന്നോ ഞങ്ങളിവിടെ? വീട്ടിൽ വരുന്നോ? വീട്ടിൽ വരുന്നോ? നമുക്ക് പോകാം. നമുക്ക് പോകാം, വീട്ടിൽ പോകാം. മൂക്ക് കുഞ്ഞാലി മൂക്ക്. കാണുന്നത് അത് വലിച്ചു കയറിയൊന്നും ചെയ്യരുത്, പയ്യെ കാണ്. ഈ റൂമിലുണ്ട്. എന്ത് വേണ്ടെന്ന് വിഷ്ണുവിന് നോക്കട്ടോ, അതിനകത്ത് തീരുമാനിക്കട്ടെ. ആദ്യം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ആദ്യം ഇച്ചിരി പുളിശ്ശേരി വഴി എന്ന് വെച്ചാൽ ഈ സാധനം നേരത്തെ തൂക്കിക്കളയുന്നുണ്ടല്ലോ. ഇത് ചാറ് കൊള്ളാം. പക്ഷേ പാവയ്ക്ക പച്ചടി, പാവയ്ക്ക കിച്ചടിയാ. പച്ചടിയല്ല കിച്ചടി. അതുമൊക്കെ പച്ചമുളക്. രാവണി രാവണി ഇങ്ങോട്ട് വരിക. അങ്ങോട്ട് വല്ല അഴിച്ചു വിട്ടത് കര കൂട്ടില്ലേ
കറി കൂട്ടില്ല കുടിക്കരുത് കുടിക്കരുത് വാ ഇവിടെ ഇവിടെ വാ. കയറി കൂടി ഞങ്ങൾ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഞങ്ങൾ ഇറങ്ങട്ടെ. അവന് കൊടുത്തോ കവർ എനിക്ക് വരുന്നു അളിയ ഇറങ്ങട്ടെ അമ്മ ഇറങ്ങട്ടെ. കൈ കൊടുത്തായിരുന്നു എന്തുവാ അപ്പ എങ്ക പോവാ ഇനി വരുന്നോ അമ്മ ഞാൻ ഇവരൊക്കെ നല്ല ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി, മൂത്തേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏതാ ഈ ചേച്ചിയില്ലേ, രണ്ടാമത്തെ ചേച്ചി. ആ ചേച്ചിയുടെ മരുമോളെ വീട് ഇവിടെ അടുത്താണ്. അന്നേരം അവിടെയും കൂടെ കയറിയിട്ട് നമുക്കങ്ങ് കൊല്ലത്തോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചേച്ചിയുടെ മോനും പെണ്ണും ഒക്കെ ലണ്ടനിലാട്ടോ. ഇപ്പം അവരാരും സ്ഥലത്തില്ല. നമ്മൾ അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവിടെ കയറി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഇറങ്ങാം. അത് കുഴപ്പമില്ല, മറ്റേവർക്ക് കൂടെ കയറണം. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് വെഞ്ഞാറമ്മൂടുള്ള ശാന്തിഗിരി ആശ്രമത്തിലാണ്. അവിടെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അങ്ങനെ ഏട്ടൻ്റെ ഫ്രണ്ടിനെയും കൂടെ കണ്ട് നമ്മൾ അവിടെ ആശ്രമത്തിനകത്തും കയറി. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മളെ കരുണാകര ഗുരു സ്ഥാപിച്ച ശാന്തിഗിരി ആശ്രമത്തിലാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം, നല്ല പോസിറ്റീവ് തിങ്സ്, പോസിറ്റീവ് ഒരു എനർജിയായിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് പർണശാല. പിന്നെ നമ്മൾ ഇതിനകത്തൂടെ കയറി ഇങ്ങനെ കറങ്ങി വരണം. രാത്രിയിൽ ഇത് ലൈറ്റൊക്കെ ഇടും കേട്ടോ നിഷ, രാത്രി ലൈറ്റ് ഇടും. ഇവിടെ കയറുന്നിടത്ത് വെള്ളം നമുക്ക് കാല് കഴുകാനുള്ള വെള്ളമുണ്ട്. കഴുകിയിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറി പോകുന്നത്. രാത്രിയാകുമ്പോൾ ലൈറ്റ് ഇടും. ലൈറ്റ് ഇടുമ്പോൾ ഭയങ്കരമായ രസമാണ്. ഒരു സന്ധ്യയായിട്ട് ലൈറ്റ് ഇതിനകത്തോട്ട് കയറിപ്പോ അകത്തോട്ട് ഇങ്ങനെ കയറി തിരിഞ്ഞ താമരയുടെ രൂപത്തിലുള്ള പർണശാല. ഗുരു തെളിയിച്ച ഒരു ദീപം ഇവിടെ അണയാതെ സൂക്ഷിക്കുന്നുണ്ട് ഈ പർണശാലയിൽ. ഈ താമരയുടെ ഇതൾ വിരിഞ്ഞ താമരയുടെ രൂപത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ വളരെ നമുക്ക് അങ്ങോട്ടൊക്കെ രണ്ട് കളറ്, ചുമപ്പും വെള്ളയും. അല്ല, മൂന്നുണ്ട് ചേച്ചി. താഴെ പച്ചയല്ലേ? അല്ലേ, വേണ്ട പച്ച കളറല്ലേ? വെള്ളയല്ല, അത് വേറൊരു കളറുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആണ് അല്ലല്ലേ? ഇത് നോക്കി കണ്ട പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നൊക്കെ നോക്കെ, കണ്ട സൂപ്പർ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നു. കണ്ടേ? ഇതുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കണക്കിരിക്കുന്നു. ഇല ബാ, ഇനി അങ്ങോട്ട് നമ്മൾ വന്ന വഴി ഏതാ? അല്ല, കണ്ടുപിടിച്ച്
ഫ്ലവർ ഷോയും കൂടെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോയാൽ ഇടയ്ക്ക് ഒക്കുന്നുണ്ടെങ്കിൽ അമ്മൂമ്മോൻ്റെ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ മോൻ്റെ രാവിലെ ഫുഡൊക്കെ കൊടുത്ത പാത്രങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തും. ഇടയ്ക്ക് എൻ്റെ ഫോൺ ഓഫ് ആവാറായി 13% ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല വീഡിയോ. അന്നേരം ഇനിയിപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, ബൈ ബൈ ബൈ. അമരി ടാറ്റ. ഓക്കെ ടാറ്റ. ഓക്കെ, ബൈ ബൈ. അവിടെ ശീല ചേച്ചി ശ്യാമണ്ണനും ഒക്കെ നിൽപ്പുണ്ട്. അന്നേരം അവരെയൊക്കെ കണ്ടിട്ട് ടാറ്റ പറ ടാറ്റ. വ്ളോഗ് ഇവിടെ നമ്മൾ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ. ഓക്കെ, ബൈ 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 ബൈ. നമ്മൾ പിന്നെ നേരെ അവിടെ നിന്ന് ഫ്ലവർ ഷോ കാണാനായിട്ട് കയറി കേട്ടോ. അന്നേരത്തേക്ക് ഫോണിൻ്റെ ചാർജൊക്കെ ഒരുവിധം തീരാറായിരുന്നു. ഞങ്ങളിനി അങ്ങ് എന്നിട്ട് വീഡിയോ ഫുള്ള് എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇപ്പം തന്നെ 13% പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ മൊത്തം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ഇവിടെ വെച്ച് ഫ്ലവർ ഷോയും കൂടെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോയാൽ ഇടയ്ക്ക് ഒക്കുന്നുണ്ടെങ്കിൽ അമ്മൂമ്മോൻ്റെ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ മോൻ്റെ രാവിലെ ഫുഡൊക്കെ കൊടുത്ത പാത്രങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തും. ഇടയ്ക്ക് എൻ്റെ ഫോൺ ഓഫ് ആവാറായി 13% ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല വീഡിയോ. അന്നേരം ഇനിയിപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, ബൈ ബൈ ബൈ. അമരി ടാറ്റ. ഓക്കെ ടാറ്റ. ഓക്കെ, ബൈ ബൈ. അവിടെ ശീല ചേച്ചി ശ്യാമണ്ണനും ഒക്കെ നിൽപ്പുണ്ട്. അന്നേരം അവരെയൊക്കെ കണ്ടിട്ട് ടാറ്റ പറ ടാറ്റ. വ്ളോഗ് ഇവിടെ നമ്മൾ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ. ഓക്കെ, ബൈ 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 ബൈ.